നമ്മളിന്നൊരു അടിപൊളി ഫിഷിംഗ് സ്പോട്ടിലോട്ടാണ് പോകണ്ട. അപ്പൊ നമ്മള് മെയിനായിട്ട് റോഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫിഷിംഗ് റോഡൊക്കെയാണ് ഞാനല്ല പിടിക്കണത്. നമ്മുടെ ഫ്രണ്ടാണ് പിടിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് അനിയനൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഫിഷ് പിടിക്കാം, മീൻ പിടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ എടുക്കാലോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വന്നാടാ. അപ്പൊ ഏതായാലും നമ്മൾ ഇവനെയാണ് പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫിഷിംഗ് റോഡിൽ ഫിഷിംഗ് റോഡ് യൂസ് ചെയ്യണവർക്ക് അറിയായിരിക്കും. നമ്മള് സ്നേക്ക് ഹെഡ് അല്ലെങ്കിൽ ചൊടിയൻ, കണ്ണമീൻ എന്നൊക്കെ പറയണ പാലക്കാടിൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയാ ഒരു മീനിനെ. അപ്പോ ഇങ്ങനത്തെ മീനുകളൊക്കെ റോഡിലൊക്കെ പിടിക്കാറ്. അപ്പൊ ഏതായാലും കേസ് നമ്മൾ കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് മീൻസ് 2 മീനിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നല്ല വ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബിക്കോസ് കണ്ടങ്ങളുടെ ഒക്കെ ഒരു നടുക്കായിട്ട് ഒരു അടിപൊളി വ്യൂ ആണെങ്കിലും പക്ഷെ പന്നിയൊക്കെ ഇറങ്ങണ സ്ഥലം അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ദർശന്റെ വീട്ടിൽ നിന്ന് കുറച്ച് നെല്ലി കിട്ടിയിട്ടുണ്ട്. പിന്നെ ദർശൻ നന്മ വരെ ആയതുകൊണ്ട് ആ 2 മീനെ നമുക്ക് തന്നെ ഒന്ന് ഗൈസ് എന്തായാലും നൻപൻ ഇതാണ് നൻപൻ എന്നൊക്കെ പറയണത്. അപ്പൊ ഇങ്ങനത്തെ നൻപൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഹിസ് നെയിം. ഓക്കെ, ഏതായാലും നമ്മള് ബക്കറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കിയിട്ട് വണ്ടിൻ്റെ ഉള്ളിലാണ് മീനുള്ളത്. ഒന്നില്ലെങ്കിൽ ചാവണം. ഓക്കെ, ചത്തിട്ടില്ലെങ്കിൽ നമ്മൾ വളർത്തും, ചത്താ നമ്മൾ കറിയാക്കും, എന്തായാലും യൂസ് ആക്കും. അപ്പൊ ഏതായാലും ഗെയ്സ് എരുമീന് ചാവില്ല എന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം ഗെയ്സ്. ബിക്കോസ് ഇത് 1.5 മണിക്കൂറോളം കരി കിടന്നാലും ചാവാത്ത മീനാണ്. അപ്പൊ ഏതായാലും ഈ ഒരു മീന് ചത്തിട്ടില്ല. അപ്പൊ അവന്മാരെ നമുക്ക് വളർത്താം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.